എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങളിൽ പലർക്കും ഉള്ളതുപോലെ എനിക്കുണ്ട്. ഇന്ന് രാവിലെയും ഉറക്കമുണരുമ്പോൾ ആദ്യം മൊബൈൽ ഫോൺ തന്നെയാണ് കയ്യിലെടുത്തത്. പക്ഷേ സാധാരണഗതിയിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു 3-4 മെസ്സേജ് നോക്കുന്ന ആ ഒരു പതിവുള്ള ആൾ ആദ്യത്തെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ചാടി എണീക്കേണ്ടി വന്നു. അത്രമാത്രം അഭിമാനവും ഞെട്ടലും ഒക്കെ ഉണ്ടാക്കിയ ഒരു മെസ്സേജ് ആയിരുന്നു അത്. അതെ, ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു, അതും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്ന മെസ്സേജ്. നിങ്ങളിൽ പലർക്കും ഇന്ന് രാവിലെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകും. പലരും രാത്രിയിൽ തന്നെ പാതിരാത്രിയിൽ തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ഇന്നലെ തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് പലരും തൃശ്ശൂർ പൂരത്തിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ട് ചാനലുകളൊക്കെ കണ്ട് വാർത്തകളൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ അതും രണ്ടും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണെന്ന് പറയാം. അങ്ങനെ പലരും രാത്രിയിൽ തന്നെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും എല്ലാ ഭാരതീയർക്കും ഒരുപോലെ അഭിമാനം ഉണ്ടാക്കിയ ഒരു സംഗതി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ ഈ കനത്ത തിരിച്ചടി. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പേരിട്ടതിനെ കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടി പ്രതികരിച്ചിരിക്കുകയാണ്. പെഹൽഗാമിൽ ഭീകരന്മാരുടെ ആക്രമണത്തിന് ഇരയായ രാമചന്ദ്രന്റെ മകൾ ആരതി. ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നാണ് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി പറയുന്നത്. തിരിച്ചടിയിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും ഈ വാർത്ത കേൾക്കാനായാണ് താൻ കാത്തിരുന്നത് എന്നും ആരതി പറയുന്നു. നിഷ്കളങ്കരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഭീകരവാദത്തിന് ഇങ്ങനെയാണ് മറുപടി നൽകേണ്ടത് എന്ന് ആരതി പറഞ്ഞു. പക്ഷെ ഒപ്പം ആരതി പറഞ്ഞ വാക്കുകൾ, എന്റെ അമ്മയുടേതുൾപ്പെടെ നിരവധി സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച ഭീകരവാദികൾക്ക്, എന്നെപ്പോലെ പല മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊന്ന, സഹോദരിയുടെ മുന്നിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം കൃത്യമായ മറുപടിയോ പേരോ ഇല്ല എന്നാണ് ആരതി പറഞ്ഞത്. അതാണ് മറുപടി, ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണമെന്നും അവർ പറഞ്ഞു. ഹിമാൻഷിക്കും ഈ തിരിച്ചടി ആശ്വാസമാകുമെന്നാണ് ആരതി പറയുന്നത്. ആരതിയുടെ അച്ഛൻ രാമചന്ദ്രൻ ഉൾപ്പെടെ 26 പേരുടെ ജീവനാണ് പെഹൽഗാമിൽ ഭീകരവാദികൾ എടുത്തത്. ബേസരൻ വാലിയിൽ എത്തിയ വിനോദസഞ്ചാരികളെ നിഷ്കരണം ഭീകരവാദികൾ പേര് ചോദിച്ചു വകവരുത്തുകയായിരുന്നു. 15ാമത്തെ ദിവസം ഇന്ത്യ പാക് അധീന കാശ്മീരിലെ ഭീകരത്താവളങ്ങൾ തകർത്താണ് മറുപടി നൽകിയിരിക്കുന്നത്. നീതി നടപ്പിലാക്കിയെന്നായിരുന്നു ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്ക് പിന്നാലെ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത്. പാക് അധീന കാശ്മീരിലെ 9 ഇടങ്ങളിൽ ആക്രമണം നടത്തി ഇന്ത്യ നിരവധി ഭീകരരെ വധിച്ചു. ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് പാക് അധീന കാശ്മീരിലെ മദ്രസകളും പള്ളികളും പാകിസ്ഥാൻ ദ്രുതഗതിയിൽ ഒഴിപ്പിക്കുകയാണ്. സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളുമാണ് ഇന്ത്യ വർഷിച്ചത്. ബഹവൽപൂർ, മുരുദ് കെ, ഗുൽപൂർ, ഭിംബർ, ചക് അമ്രു, ബാഗ്, കോട്സ്ലി, സിയാൽകോട്ട്, മുസഫറാബാദ് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ സൈന്യം തകർത്തു കഴിഞ്ഞു. അതും ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് പാകിസ്ഥാനുള്ള തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയത്. ഹവൽപൂരിലെ ജെയ്ഷെ ക്യാമ്പുകളും മുരുദിലെ ലഷ്കർ കേന്ദ്രവുമായിരുന്നു സൈന്യം പ്രധാനമായും ലക്ഷ്യമിട്ടത്. പഹൽഗാമിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പേര്, ഈ തിരിച്ചടി വിവരം പങ്കുവെച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവെച്ച പോസ്റ്റിലുമൊക്കെ ചിതറിത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണ്. പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണുനീർ ഈ 15ാം പക്കവും ഒഴുകുകയാണ്. അത് തോർന്നിട്ടില്ല. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരവ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ സീമന്തരേഖയിൽ ചാർത്തുന്ന ചുവന്ന തിലകമാണ് സിന്ദൂരം. ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്ത്രീകൾ ആ ചുവന്ന പൊട്ടിനെ കണക്കാക്കുന്നത്. പരമ്പരാഗതമായും സാംസ്കാരികമായും ഈ ചുവന്ന പൊട്ടിന് വളരെയധികം പ്രാധാന്യമാണ്. പഹൽഗാം ഭീകരണ ആക്രമണത്തിൽ ഏറ്റവും വലിയ ഒരു കണ്ണീർ കാഴ്ച തന്നെയായിരുന്നു വെറും 6 ദിവസം മുൻപ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാൾ. മധുവിധു ആഘോഷിക്കാനായി കാശ്മീരിലെത്തിയ 2 പേരുടെയും വിധി മറ്റൊന്നായിരുന്നു. ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരുന്ന ഹിമാൻഷിയുടെ ചിത്രം ആ ആക്രമണത്തിന്റെ ഒരു മുഖചിത്രമായി മാറി. വിനയ് നർവാളിന്റെ സംസ്കാര ചടങ്ങിൽ സിന്ദൂരമണിയാതെ പങ്കെടുത്ത ഹിമാൻഷിയും ഇന്ത്യ കണ്ട കാഴ്ചയാണ്. പഹൽഗാമിനുടൻ തിരിച്ചടിയുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഹിമാൻഷി ഉൾപ്പെടെയുള്ള അനേകം വനിതകളുടെ കരഞ്ഞ് കണ്ണീർ പറ്റിയ മുഖം കൂടിയുണ്ട്. അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. പോരാളികളായി ഇറങ്ങുന്നവരും നെറ്റിയിൽ ചുവന്ന സിന്ദൂരം ചാർത്തുന്ന രീതി പരമ്പരാഗതമായി നിലനിൽക്കുന്നുണ്ട്. രജ്പുത്, മറാത്ത യോദ്ധാക്കന്മാർ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഇറങ്ങുന്നതാണ് രീതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂർ കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണ് എന്നതും മറ്റൊരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.